ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരി വാലിഹി സ്വലാത്തൻ തുയസ്സിറു ഉമൂരി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരി വാലിഹി സ്വലാത്തൻ തജ്അലു കലാമി മുൽഹമൻ നാഫിഅൻ. സൂറത്തുൽ ഖദറിൻ്റെ തഫ്സീർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. തീർച്ചയായും നാം ആ ഖുർആൻ അവതരിപ്പിച്ചു, അൽ ഖുർആനിനെ ഫി ലൈലത്തിൻ ഒരു രാത്രിയിൽ, ഷരീഫത്തിൻ ശ്രേഷ്ഠമായ, അളീമത്തിൻ മഹത്തായ ഒരു രാവിലാണ് നാം ആ ഖുർആനിനെ അവതരിപ്പിച്ചത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ വമല്ലദീ തഅലമുഹു അൻത. എന്താണ് അങ്ങ് അറിയുന്നത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുപ്രവാചകരെ, അൻ ഫളിലി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വത്തെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് അറിയുക? അത് അള്ളാഹുവിൻ്റെ ഇലാഹിയായ ഒരു ശൈലിയാണ്. ഒരു കാര്യത്തെ അതിൻ്റെ മഹത്വം പറയുന്നതിന് മുമ്പായിട്ട് പറയുന്ന കാര്യം മഹത്തരമാണ് എന്നറിയിക്കാൻ വേണ്ടിക്കൊണ്ട് ശ്രോതാവിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ശൈലി. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദ്ർ ആകുന്നത് അഷ്റഫു, അത് ഏറ്റവും ശ്രേഷ്ഠമാണ്, വഫ്ളലു, അത് ഏറ്റവും മഹത്വവുമാണ്, മിൻ അൽഫി ഷഹരിൻ, 1000 മാസത്തെക്കാൾ. അല്ലാഹു തആല യഖൂൽ, അല്ലാഹ് പറയുന്നു, ഇന്നഹു അൻസലൽ ഖുർആനൽ കരീമ ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിലാണ് അല്ലാഹു തആല ഈ മഹത്തായ ഖുർആൻ അവതരിപ്പിച്ചത്. വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലാഹ അൻസല ഫീ ലൈലത്തുൽ ഖദ്ർ. അല്ലാഹു തആല ലൈലത്തുൽ ഖദ്റിൽ ഇറക്കി അൽ ഖുർആന, ഖുർആനിനെ, ജുംലതൻ ഒറ്റ തവണയായിട്ട്, മിനൽ ലൗഹിൽ മഹ്ഫൂദ്, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഇറക്കി, ഇലാ ബൈത്തുൽ ഇസ്സ, ബൈത്തുൽ ഇസ്സയിലേക്ക്, ഫിസ്സമാഇ ദുനിയ, ഒന്നാം ആകാശത്തിലെ. അപ്പോൾ ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്നിട്ട് ഖുർആനിനെ പൂർണ്ണമായും അവതരിപ്പിച്ചു. ഒരു തഫ്സീറാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ തഫ്സീറാണ് പറയുന്നത്. സുമ്മ മുഫസ്സലൻ, പിന്നീട് ഘട്ടം ഘട്ടമായി ഇറക്കി, ബിഹസബിൽ വഖാഇ, സംഭവ വികാസങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട്, ഫി സലാസിൻ വഇശ്രീന സന, ഹബീബായ തങ്ങളുടെ സംഭവ ബഹുലമായ 23 വർഷകാലത്തെ പ്രബോധന പരിത്യാഗ ജീവിതത്തിൻ്റെ ഇടയിൽ കാര്യകാരണ സഹിതം സന്ദർഭങ്ങൾക്കനുസരിച്ചുകൊണ്ട് 23 വർഷങ്ങൾ കൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന വിശ്രുത മന്ത്രധ്വനിയിൽ അവസാനത്തെ ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന ആയത്തുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബിക്ക് 23 സംവത്സരങ്ങൾ കൊണ്ട് സമ്പൂർണ്ണമാക്കി അവതരിപ്പിച്ചു കൊടുത്തു. വഖാല മുഫസ്സിറൂന ആഖറൂന, മറ്റു ചില മുഫസ്സിറുകൾ പറഞ്ഞു. നേരത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഈ വിഷയം പറഞ്ഞല്ലോ, അത് ഒരു തഫ്സീറാണെന്ന്. മറ്റു തഫ്സീറുകളിൽ ഇന്നല്ലാഹ ബദഅ തൻസീലൽ ഖുർആനി ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിക്കുന്നതിന് ആരംഭിച്ചത്. സുമ്മ അൻസലഹു ബഅദ ദാലിക ഫീ 23 സന, പിന്നെ 23 വർഷങ്ങൾ കൊണ്ട്. അപ്പം മേലെ പറഞ്ഞത് പൂർണ്ണമായും അന്നിറക്കി, പിന്നീട് 23 വർഷം കൊണ്ട് പൂർത്തിയാക്കിയെന്ന്. ചില മുഫസ്സിറുമാർ പറഞ്ഞത് അല്ലാഹു തആല പ്രാരംഭം കുറിച്ചത് അന്നാണ്, പിന്നീട് അത് കണ്ടിന്യൂ ആയിട്ട് 23 വർഷങ്ങൾ കൊണ്ട് പൂർത്തിയായി എന്നുള്ളത്. എന്തായാലും ഖുർആൻ അന്ന് അവതരിച്ചു എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം ആർക്കുമില്ല. 23 വർഷങ്ങൾ കൊണ്ടാണ് തിരുനബിയിലേക്ക് പൂർണ്ണമായി അവതരിപ്പിച്ചത് എന്നതിലും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. حسب ثم أنزله بعد ذلك في 23 سنة حسب الحوادث التي كانت تدعو حسب الحوادث, സംഭവങ്ങൾക്ക് അനുസരിച്ച്, അല്ലത്തി കാനത്ത് തദ്ഉ ഇലാ നുസൂലി ശൈഇൻ മിൻഹു, ഖുർആനിൽ നിന്ന് വല്ലതും ഇറങ്ങുന്നതിലേക്ക് പ്രേരകമായ സംഭവങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് 23 വർഷങ്ങൾ കൊണ്ട് അല്ലാഹു തആല ഖുർആനെ നബിയിലേക്ക് പൂർണ്ണമായും അവതരിപ്പിച്ചു. വലൈലത്തുൽ ഖദ്ർ തഹ്തല്ലു ഫളീലതൻ കബീറതൻ, അതിന് ധാരാളം വലിയ മഹത്വങ്ങളുണ്ട്. വമകാനതൻ അളീമതൻ ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അരികിൽ വലിയ സ്ഥാനവുമുണ്ട്. ലിഅന്ന അല്ലാഹ ഇഖ്താറ തിൽക ലൈലത, അല്ലാഹു ആ രാവിനെ തിരഞ്ഞെടുത്തു, ഇൻസാലി കലാമിഹി ശരീഫി, അല്ലാഹുവിൻ്റെ
ശ്രേഷ്ഠമായ വചനത്തെ ഇറക്കാൻ നബിയിൽ അവിടുത്തെ ഉത്തമനായ നബിയുടെ മേൽ ഫയുത്തദ്ദുൽ അമലു സ്വാലിഹു ഫീഹാ അതിലെ സ്വാലിഹായ അമലിനെ കണക്കാക്കപ്പെടും ഖൈറം മിൻഹു ഫി അൽഫി ശഹ്രിൻ 1000 മാസത്തേക്കാൾ മഹത്തമായി കണക്കാക്കപ്പെടും. ലൈസ ഫിഹാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഇല്ലാത്ത 1000 മാസത്തേക്കാൾ. ലൈലത്തുൽ ഖദർ ഉള്ള 12 മാസം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ലൈലത്തുൽ ഖദർ ഉണ്ടാവുമല്ലോ. അങ്ങനെ ലൈലത്തുൽ ഖദർ ഇല്ലാത്ത 1000 മാസത്തേക്കാൾ ലൈലത്തുൽ ഖദറിന്റെ ഒരു രാവിലെ അമലിന് മഹത്വമുണ്ട്. വഖദ് വറദ ഫീ ഫളിലിഹാ ഹദീസ് കസീറ ധാരാളം ഹദീസുകളും ഈ ഖുർആനിൽ വിശദമായിട്ട് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ആരെങ്കിലും ലൈലത്തുൽ ഖദർ നിസ്കരിച്ചാൽ ഈമാനും അല്ലാഹുവിൽ വിശ്വസിച്ച് കൂലി ആഗ്രഹിച്ച് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി അവന്റെ മുൻദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും. മൻ ഖാമ റമളാന ഈമാനും വഹ്തിസാബ റമളാൻ മാസത്തിൽ ഈമാനോടുകൂടിയും ഹിസാബോടുകൂടി വിശ്വാസത്തോടുകൂടെ അനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി അവന്റെ മുൻദോഷങ്ങളെല്ലാം ഇമാം ഖാല ബഗവി റഹിമഹുല്ലാഹ് പറഞ്ഞു അബ്ഹം അല്ലാഹു ആദിഹി ലൈല ഈ രാത്രി അല്ലാഹു തആല ഗോപ്യമാക്കി വെച്ചു അവ്യക്തമാക്കി വെച്ചു അല ഹാദിഹി ഉമ്മത്തിന്റെ മേൽ യജ്തഹിദു ഫിൽ ഇബാദ ആരാധനയിൽ പരിശ്രമിക്കാൻ ലയാലിയ ശഹ്രി റമളാന ഈ റമളാൻ ശഹറുകളുടെ രാവുകളിൽ തമഅൻ ഫീ ദറാഖ് ലഭിക്കാൻ ആഗ്രഹത്തിൽ കമാ അഖ്ഫാ അല്ലാഹു തആല വ്യക്തമാക്കി വെച്ചതുപോലെ സഅത്തുൽ ഇജാബ യൗമൽ ജുമുഅ വ്യാഴാഴ്ചയുടെ ദിവസത്തിലുള്ള ഉത്തരം കിട്ടുന്ന ഒരു സമയം എന്ത് ചോദിച്ചാലും അല്ലാഹു തആല നൽകുമെന്ന് തിരുനബി പറഞ്ഞ ഒരു സഅത്തുൽ ഇജാബയുണ്ട്. ആ ഇജാബയെ അല്ലാഹു തആല വ്യക്തമാക്കി വെച്ചത് എന്താ? ലൈലത്തുൽ ജുമുഅ യൗമുൽ ജുമുഅയുമെല്ലാം നന്നായി ഇബാദത്തിലായി പരിശ്രമിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം മാത്രമാണെന്നറിഞ്ഞാൽ മനുഷ്യൻ ആ ഭാഗത്തേക്ക് മാത്രം ഒതുങ്ങിക്കൂടും. അപ്പം അത് എപ്പോഴാണ് എന്ന് വ്യക്തമാക്കി പറയാതെ ആകമൊത്തം അതുണ്ട് എന്നതുപോലെ തന്നെ റമളാൻ്റെ ഏതു രാവിലാണ് ലൈലത്തുൽ ഖദർ എന്നറിയാതെ എല്ലാ രാവിലും പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് മഹാന്മാർ സാധ്യതയുള്ള രാവുകൾ പറയുകയും അതിനൊത്ത് നമ്മൾ പല റിപ്പോർട്ടുകൾ വെച്ച് അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മലക്കുകളും അവരുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാമും ആ രാവിൽ ഇറങ്ങും. തനസ്സലുൽ മലായികതു ഫീ തിൽക്കൽ ലൈല ബി അംരില്ലാ അല്ലാഹുവിൻ്റെ കൽപ്പന കൊണ്ട് വഅലാ റഅസിഹിം ജിബ്രീൽ അലൈഹിസ്സലാം അവരുടെ നേതൃത്വത്തിൽ ജിബ്രീലുണ്ട്. മിൻ കുല്ലി അംറിൻ മിനൽ ഖൈരി വൽ ബറക എല്ലാ ബറക്കത്തിൻ്റെയും ഖൈറിൻ്റെയും കാര്യങ്ങൾ കൊണ്ട്. സലാമുൻ ഹിയ അതൊരു ശാന്തിയുടെ സമയമാണ്. ഹത്താ മതുലഇൽ ഫജ്ർ ഫജ്റിൻ്റെ ഉദയം വരെ. ഹിയ ലൈലത്തുൻ രാത്രിയാണ്. കുല്ലുഹാ സലാമുൻ അത് സമ്പൂർണമായും സമാധാനമാണ്. ഹത്താ തുലുഅൽ ഫജ്റു ഫജ്ർ ഉദിക്കുന്നത് വരെ. വമിൻ നിഅമില്ലാഹി വറഹ്മതി അല്ലാഹുവിൻ്റെ നിഅമത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ റഹ്മത്തിലും പെട്ടതാണ് അലാ ഇബാദിഹി തൻ്റെ അടിമയുടെ മേൽ അല്ലാഹു തആല നിഅമത്തും റഹ്മത്തും ചെയ്തതിൽ പെട്ടതാണ് ഫി തിൽക്കൽ ലൈലത്തി ആ രാത്രിയിൽ അയുർസില ഇബാദഹുൽ മുക്രമീന അള്ളാഹുവിൻ്റെ ബഹുമാന്യരായ അടിമകളെ അയക്കുക. ബിഖിയാദത്തി ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിൽ ഇലൽ അർളി ഭൂമിയിലേക്ക് അയക്കുക. ബി അംരില്ലാഹി തആല ബികുല്ലി അംരിൻ അല്ലാഹു തആല കണക്കാക്കിയ ഖദ്ദറഹു വ ഖലാഹു ഫി ലിതിൽകസ്സന ഇലസ്സനത്തിൽ ഖാബില ആ വർഷം മുതൽ അടുത്ത വർഷം വരെ അല്ലാഹു തആല കണക്കാക്കിയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളുമായി ജിബ്രീലിൻ്റെ നേതൃത്വത്തിൽ അള്ളാഹുവിൻ്റെ ആദരിക്കപ്പെട്ട
മലക്കുകളാകുന്ന അടിയാറുകൾ ആ രാവിലെ ഇറങ്ങുന്നു എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു നിഅമത്താണ്. അപ്പോൾ അള്ളാഹു തൻ്റെ തീരുമാനം എപ്പോൾ എടുക്കുന്നു, അതിനെ ആളുകളെ അറിയിക്കുന്നു. അവർക്കപ്പോൾ ദുആ ചെയ്യാം, അള്ളാഹുവിനോട് പ്രതീക്ഷ അർപ്പിക്കാം. അടിമകളുടെ അവരുടെ സമർപ്പണവും അവരുടെ യാചനയും കണ്ടുകൊണ്ട് ഇലാഹായ റബ്ബ് അവർക്ക് ഇളവുകൾ നൽകാം, അവർക്ക് റഹ്മത്ത് കൂടുതൽ വിശാലമാക്കാം, അവരുടെ ചെയ്തികളിൽ അവനക്ക് തൃപ്തിപ്പെടാം. അപ്പം അങ്ങനെയുള്ള ഒരു തീരുമാനം, ഒരു ബജറ്റ് അള്ളാഹു നിർമ്മിക്കുന്നു എന്നുള്ളത് ആ കൽപ്പന വിശ്വാസികളിലേക്ക് അറിയിച്ചുകൊണ്ട് അതിനവരെ ഇബാദത്തെടുക്കാൻ വേണ്ടി ഒരുക്കുന്ന അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. ബത്തിൽക്കൽ ലൈലത്തു കുല്ലുഹ, ആ രാത്രി മുഴുവൻ, മിൻ ബിദായത്തിഹ, അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ, ഇലാ നിഹായത്തിഹ, അതിൻ്റെ എൻഡ് വരെ, സലാമുൻ, സമാധാനമാണ്, വ അംനുൻ, സംരക്ഷണം സുരക്ഷയുമാണ്, വ ഖൈറുൻ, അത് നല്ല കാര്യവുമാണ്, അല അഹ്ലി ത്വാഅത്തിഹി, അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകളുടെ മേൽ. അപ്പോൾ ഫലാ യുഖദ്ദിറുല്ലാഹു ലഹും ഫിഹാ ഇല്ലൽ ഖൈറ, എന്നാൽ അള്ളാഹു തആല അവർക്ക് ഖൈറല്ലാതെ കണക്കാക്കുകയില്ല. വസ്സലാമത്ത, സമാധാനവും രക്ഷയും അല്ലാതെ അള്ളാഹു തആല കണക്കാക്കുകയില്ല. അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് നല്ലതേ സംഭവിക്കൂ, അന്ന് അള്ളാഹു തആല ഖൈറാണ് കണക്കാക്കുക. അപ്പോൾ ആ ഖൈറ് കണക്കാക്കുന്ന സമയത്ത് അത് നമ്മൾ ചോദിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് സമർപ്പിതരാകുമ്പോൾ അത് കൂടുതൽ പ്രതിഫലമുള്ളതായിത്തീരും. അതാണ് ഈ സൂറത്ത് നമുക്ക് നൽകുന്ന സന്ദേശം. ഈ സൂറത്തിൻ്റെ പ്രമേയം ഉൾക്കൊണ്ടുകൊണ്ട് ധാരാളം ലൈലത്തുൽ ഖദറിൻ്റെ രാവുകളെ ആത്മാർത്ഥതയോടെ സ്വീകരിച്ച് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി സജ്ജരായിരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.